പ്രതാപം വരുന്നു. നീ അവനെ തോൽപ്പിക്കാൻ ചെയ്ത ചതി അത് ഞാൻ അവനോട് പറയട്ടെ? അരുത്, അത് പറയരുത്. അപ്പോ ഇത് ഞാൻ അവനോട് പറയാതിരിക്കണമെങ്കിൽ ഞാൻ ചിലത് നിങ്ങളോട് പറയും. നീയൊക്കെ അതനുസരിക്കണം. അച്ഛനെ അമ്മയെ ഒരുമിപ്പിക്കാൻ ആ ജഗന്നാഥൻ അങ്കിളിനെ കൂടിയേ കഴിയുന്നായിരിക്കും പറയാൻ പോകുന്ന ന്യായം. അതിനി ആനന്ദം വാക്ക് പാലിക്കുമെന്ന് എന്തുറപ്പുണ്ടായിരുന്നു? ഇപ്പൊ കണ്ടില്ല അവരുടെ ഭാവം. ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡാ ആനന്ദമിള്ള. അത് മനസ്സിലാക്കാതെ അയാളുടെ ചതിയിലും എന്തിനും പോയി വീണു. നിനക്ക് ഒരു മറുപടിയും പറയാനില്ല ഋതു. ആ പാവം മനുഷ്യനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന നീ എത്ര ദുഷ്ടതയാണെന്നാ ഞാൻ ഓർക്കുന്ന. ഇപ്പൊ എല്ലാവരും വിഡ്ഢികളാക്കി ശത്രുക്കൾ ജയിച്ചില്ലേ? ആ ദീപക് വർമ്മ സാറിനെ തോൽപ്പിച്ച് ഇലക്ഷനിൽ ജയിക്കില്ലേ? ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നിക്ക്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ 2 വാക്ക് പറഞ്ഞു പിരിയുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. എന്തായി പടം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട്? ഓ, ശത്രുപക്ഷത്തായി പോയി അല്ലേ? ഇതിനെയൊക്കെയാ നമ്മളെ വിധിയുടെ വിളയാട്ടെന്നൊക്കെ പറയുന്നേ. അമിതമായ ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ദൈവം തരുന്ന തിരിച്ചടി. ഓക്കേ, ഞാൻ അറിഞ്ഞു. അവൻ എന്നോടെല്ലാം വിശദമായി പറഞ്ഞു. വർമ്മ സാറിനോടൊപ്പം നിന്നിട്ട് നിങ്ങൾ ആ പാവ മനുഷ്യനെ ചതിക്കാണല്ലേ? അവൻ പാവമായി പോയതിന് ഞാനാണോടാ കുറ്റക്കാരി? അവനെ ചേച്ചിയായ എന്നെ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നതിന് ഞാനാണോ തെറ്റുകാരി? ഒരു ദിവസം നിങ്ങളുടെ മുഖംമൂടി മാറ്റി നിങ്ങളെ വർമ്മ സാർ തിരിച്ചറിയും. അതെ, ഒരു ദിവസം അല്ലേടാ. നിങ്ങൾ ഭാവനയിൽ കാണുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസമേ ഒരിക്കലും ഉണ്ടാവില്ലടാ. അതാ ഈ അംബികയുടെ ഒരു ഭാഗ്യം. മരണം വരെ ആ പ്രതാപനെ ഞാനിങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ച് ചതിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും പിടിക്കപ്പെടാനും ഞാൻ ശരിക്കും ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവസരവും ഞാൻ കൊടുക്കില്ല. അത് നിങ്ങളുടെ മോഹ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യം വർമ്മ സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തും. അതിന് നീ ശ്രമിച്ചാ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങളെ രാജു, വേണ്ട. എന്നെയും എന്റെ മകനെയും പൂട്ടാൻ ശ്രമിച്ചവരാ ഭാര്യയും ഭർത്താവും. ഭാഗ്യമുണ്ടല്ലോ, എന്റെയും എന്റെ മകന്റെയും കൂടെയാ. ഭാര്യ ചെന്നേ അനന്തം പിള്ള ഒരുക്കിയ കത്രിക പൊട്ടിച്ചെന്ന് വീണു. ഇനി രക്ഷയില്ല. അച്ഛനെ തോൽപ്പിച്ച മകളെന്ന ദുഷ്പേര് അതുടൻ തന്നെ നിന്റെ കഴുത്തിലൊരു ആഭരണമായി വീഴും. ആ പാവേ ദയനീയമായി തോൽക്കാൻ പോവാ. കേക്ക് കേക്ക് മതിയാവോളം നിന്ന് കേക്ക്. ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും കാലം ഞാൻ രക്ഷിച്ചു. ഒടുവിൽ വീണ്ടും വിചാരം ഇല്ലാതെ എന്നോട് ആലോചിക്കാതെ അവരുടെ കക്ഷത്തോണ്ട് തലവെച്ചു കൊടുത്തില്ലേ? പ്രതാപനും കൂട്ടരുവേ വളരെ മനോഹരമായി ഈ ഇലക്ഷന് തോക്കും. അനന്തം പിള്ളയുടെ മുന്നണി വിജയിച്ച് അധികാരത്തിലും വരും. എന്റെ മകൻ ദീപക് മുഖ്യമന്ത്രി. അവൻ മുഖ്യമന്ത്രിയായ ആദ്യം നടപ്പാക്കുന്ന നിയമം സ്ത്രീപീഡനം കുറ്റകരമല്ല എന്നായിരിക്കും. എന്തായാലും അവനെ മുഖ്യമന്ത്രി ആവട്ടെ. കേട്ടോ?
അവൻ വരുന്നു. നീ അവനെ തോൽപ്പിക്കാൻ ചെയ്ത ചതി അത് ഞാൻ അവനോട് പറയട്ടെ? അരുത്, അത് പറയരുത്. അപ്പോ ഇത് ഞാൻ അവനോട് പറയാതിരിക്കണമെങ്കിൽ ഞാൻ ചിലത് നിങ്ങളോട് പറയും. നീയൊക്കെ അതനുസരിക്കണം. ഞാൻ അനുസരിപ്പിക്കും. ആ എന്താ മൂന്നൂരും കൂടി ഇലക്ഷൻ ചർച്ചയാണോ? അതല്ലാതെ നമുക്കിപ്പോ എന്ത് വിഷയ സംസാരിക്കാനുള്ളത് പ്രതാപ? ആ റിസൾട്ട് ഒന്ന് വരുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. എന്തിനാ സമാധാനക്കേട്? എന്തായാലും ആരെങ്കിലും ഒരു കൂട്ടർ ജയിക്കും, അല്ലേ രാജു? ഞാനൊന്ന് പാർട്ടി ഓഫീസറെ പോയിട്ടാ. ചെല്ല്, ചെന്ന് റെസ്റ്റ് എടുക്ക്. എന്തായാലും നാളെ റിസൾട്ട് വരുന്നത് വരെ ഈ മുഖവേ അതങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. കരച്ചിലേ നമുക്ക് നാളെ മുതൽ മതി. ചെല്ല്. എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ആ വലിയ മനുഷ്യന്റെ മുഖം ഇനി എങ്ങനെ കാണും? തോൽവിയുടെ ന്യൂസ് പുറത്തു വരുമ്പോ സാർ ആകെ തകർന്നു പോവില്ലേ? ഒരു വീഴ്ചയിൽ നിന്ന് ഒരു വിധം രക്ഷപ്പെട്ട് വരികയായിരുന്നു അദ്ദേഹം. ഇതറിഞ്ഞ വീണു പോവില്ലേ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും വല്ല കുലുക്കൊണ്ടോ നോക്കിയേ. കേറി വരാമോ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ ഷോക്കോടെ തന്നെ കേറി വന്നത്. പക്ഷേ ഞാനെന്ത് പറയാനാ? എന്ത് സന്തോഷായിരുന്നു, എത്ര പ്രതീക്ഷയായിരുന്നു. അതെല്ലാം തകർത്തു കളഞ്ഞില്ലേ? കഷ്ടപ്പാടിന്റെ ലാഭവും മറ്റുള്ളവർ കൊണ്ടുപോയില്ലേ? വർമ്മ സാറ് തോൽക്കുന്ന സങ്കടം അതിനേക്കാൾ ഭീകരം ഒരു ഫ്രോഡാണ് ജയിക്കാൻ പോകുന്നത്. അതെ, എന്തൊരു കഷ്ടകാലമാണ്. അവര് ജയിച്ചു വല്ല മന്ത്രിയായി പോയാ അമ്മയും മോനും കൂടി ഈ വീടിന് ഒരു സ്വസ്ഥതയും തരില്ല. അവൻ ഈ വീടിന് മാത്രമല്ല നാശം, ഈ നാടിനും കൂടിയാ. നാട്ടിലെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. നാട്ടുകാർക്ക് സ്വസ്ഥത കൊടുത്തില്ലെങ്കിൽ അവര് കൈകാര്യം ചെയ്തോളും. ഞാൻ ഋതുമോളെ വഴക്കൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് മോൾക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അതൊക്കെ പോട്ടെ, നീ നിന്റെ അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. അതന്നെ, ഇങ്ങനൊരു മണ്ടത്തരത്തില് നീ എങ്ങനെ ചെന്ന് ചാടി? ഒരക്ഷരം മിണ്ടുന്നില്ല. എന്ത് മിണ്ടാനല്ലേ? പോട്ടെ രാജു, പറ്റിപ്പോയി. ഇനി വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? മറന്നേക്ക്. രണ്ടുപേരെ സമാധാനായിരിക്കെ. അടുത്ത പ്ലാനിനെ കുറിച്ച് ആലോചിക്ക്. വർമ്മ സാറ് തോൽക്കാൻ പോകുമ്പോ ഇനി എന്താ ആലോചിക്കാനാ? ഇനി വഴക്കൊന്നും വേണ്ട.